ഫൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടുത്തുപോയി വിചാരിച്ചതിനേക്കാട്ടിലും കുറച്ച് കടുത്തുപോയി. അപ്പം അന്ന് സിനിമേൻ്റെ കഥ പറഞ്ഞ സമയത്താണെങ്കിലും ഫൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും ഓക്കെ ഫൈറ്റ് ഉണ്ടാവും, അപ്പം നായകനുണ്ടല്ലോ, നായകനാണ് ഫൈറ്റ് ചെയ്യുക, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മൂവ്മെൻ്റ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് പക്ഷേ ഫൈറ്റ് ദിവസം അതെല്ലാ പ്രതീക്ഷകളൊക്കെ തെറ്റി ഫുൾ ഫൈറ്റ് ഞാനാണ് ചെയ്തത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതും ഒരു പോസിറ്റീവായിട്ട് കാണുകയാണ്. കാരണം പണ്ട് വാണി വിശ്വനാഥ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിലെ നായികമാരാരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഓഫ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു നായികയ്ക്കും വന്ന് ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ ക്യാരക്ടർ കിട്ടിയാൽ അതിലൂടെ പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സിനിമ. അതെ, അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. കാരണം എന്നായാലും ഓക്കെ മലയാളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഫൈറ്റ് ചെയ്ത കുട്ടി എന്നുള്ള ഫസ്റ്റ് പേര് കിട്ടിയില്ല. ലാൽ ജോസ് സാറിൻ്റെ നായിക എന്നൊരു ലേബൽ കിട്ടിയതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട് ആ റിയാലിറ്റി ഷോയുടെ ഒരു എക്സ്പീരിയൻസ്? റിയാലിറ്റി ഷോ ആണ്. ഇതിനുള്ള ധൈര്യം തന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ ആണ്. കാരണം ഇതിനു മുമ്പ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഇല്ല. സോ ആ ഒരു പേടി മാറ്റാനായിട്ട് തന്ന പ്ലാറ്റ്ഫോം എനിക്ക് ആ റിയാലിറ്റി ഷോ തന്നെയാണ്. അതും ലാൽ ജോസ് സാറിൻ്റെ മുമ്പിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. കാരണം മെയിൻ ജഡ്ജ് ലാൽ ജോസ് സാറായിരുന്നു. സോ സാറിനെ അറിയാൻ പറ്റുള്ളൂ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിലും ലാൽ ജോസ് സാറിന് അറിയാം എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. കാരണം റിയാലിറ്റി ഷോൻ്റെ അവസാനം ആദ്യത്തെ നമ്മുടെ ലെവല് മുതൽ ആദ്യം നമ്മുടെ കഴിവ് എത്രയായിരുന്നു, ഗ്രൂമിങ്ങിന് ശേഷം ആ റിയാലിറ്റി ഷോ അവസാനിച്ച് ഞാനാണ് വിൻ ചെയ്തത്. സോ അതുവരെ കണ്ടൊരു വ്യക്തിയാണ് ലാൽ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ. സോ സാറിന് അറിയാം എനിക്ക് എന്തൊക്കെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ എപ്പോഴും സാറിൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ പറയും ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ചിലപ്പോൾ ഞാൻ വലിയ നായിക തമാശയ്ക്ക് ഇങ്ങനെ പറയും, വലിയ നായികയൊക്കെ ആണെങ്കിലും ഈവൻ സാർ എന്നെ ഒരു ജസ്റ്റ് ഒരു പാസിങ് സീനിന് വിളിച്ചാലും ഞാൻ വരും എന്ന് പറയും എപ്പോഴും. അപ്പം സാർ പറയും നിനക്ക് എപ്പോഴെങ്കിലും ഒരു ക്യാരക്ടർ വന്നാൽ ഞാൻ വിളിക്കും എന്ന് സാറ് പറയും. കാരണം അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ എപ്പോഴും ആൾക്കാർ നാട്ടിൻ പ്രദേശത്തായതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ചോദിക്കും. അവർക്ക് ലാൽ ജോസ് സാറിനെ ആദ്യം കൊണ്ടുവന്നതുകൊണ്ട് ലാൽ ജോസ് സാറിൻ്റെ എല്ലാ പടത്തിലും ഞാനില്ലേന്ന് അവർ ചോദിക്കും, അവരുടെ നിഷ്കളങ്കത കൊണ്ട്. അപ്പം ഞാൻ പറയും ചേട്ടാ ഒരു സിനിമയിൽ വിളിച്ചെന്നും പറഞ്ഞാൽ എല്ലാ സിനിമയിലും എന്നെ വിളിക്കണം എന്നില്ലല്ലോ. പക്ഷെ അവർ വിചാരിക്കുന്നത് എന്താ എല്ലാത്തിനും വിളിക്കാത്ത എന്ന് അവർ ചോദിക്കും. പക്ഷെ എനിക്കറിയാം, എപ്പോഴും എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് വിഷമം തോന്നില്ല.